സംസ്ഥാനത്തെ റിക്രൂട്ട്മെന്റ് ബോർഡുകൾ ജാഗ്രത പാലിക്കണമെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നിർദ്ദേശിച്ചു. പരീക്ഷാ ചോദ്യപേപ്പറുകളിൽ ഏതെങ്കിലും വ്യക്തിയുടെയോ ജാതിയുടെയോ മതത്തിന്റെയോ സമൂഹത്തിന്റെയോ അന്തസ്സിനെയോ മതവികാരത്തെയോ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ പാടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇന്നലെ എല്ലാ റിക്രൂട്ട്മെന്റ് ബോർഡ് അധ്യക്ഷന്മാരുമായും നടത്തിയ കൂടിക്കാഴ്ചയിലാണ് മുഖ്യമന്ത്രി കർശന നിർദ്ദേശങ്ങൾ നൽകിയത്. പരീക്ഷാ പേപ്പർ തയ്യാറാക്കുന്നവർക്കും സമാനമായ നിർദ്ദേശങ്ങൾ നൽകണമെന്നും ഇത് സംബന്ധിച്ച വ്യവസ്ഥകൾ അവരുമായി ഒപ്പിടുന്ന ധാരണാപത്രങ്ങളുടെ ഭാഗമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൂടാതെ പരീക്ഷാ നടപടികളിൽ വീഴ്ച വരുത്തിയവരെയും പതിവായി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരെയും ഉടൻ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്താനും മുഖ്യമന്ത്രി ഉത്തരവിട്ടു. കഴിഞ്ഞ ദിവസം നടന്ന ഉത്തർപ്രദേശ് പോലീസ് സബ് ഇൻസ്പെക്ടർ റിക്രൂട്ട്മെന്റ് പരീക്ഷയിലെ ഒരു ചോദ്യത്തെ ചൊല്ലി ഉടലെടുത്ത രാഷ്ട്രീയ വിവാദത്തിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. പരീക്ഷയുടെ ഹിന്ദി വിഭാഗത്തിൽ അവസരത്തിനനുസരിച്ച് മാറുന്ന വ്യക്തി ആരെന്ന ചോദ്യത്തിന് നൽകിയ ഓപ്ഷനുകളിൽ ഒന്ന് പണ്ഡിറ്റ് എന്നതായിരുന്നു. ഇതിനെതിരെ BJP സംസ്ഥാന സെക്രട്ടറി അഭിജാത് മിശ്ര തന്നെ രംഗത്തെത്തുകയും മുഖ്യമന്ത്രിക്ക് കത്തയക്കുകയും ചെയ്തു. പണ്ഡിറ്റ് എന്ന പദം അറിവുമായും മതപരമായ ബഹുമാനമായും ബന്ധപ്പെട്ടതാണെന്നും ഇത് ഓപ്ഷനായി നൽകിയത് ഒരു പ്രത്യേക സമൂഹത്തിന്റെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നുവെന്നുമാണ് അദ്ദേഹം ആരോപിച്ചു. പ്രതിപക്ഷ പാർട്ടികൾ സർക്കാരിനെതിരെ ബ്രാഹ്മണ വിരുദ്ധ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനിടെ ഭരണകക്ഷിയിൽ നിന്ന് തന്നെ എതിർപ്പുയരുന്നത് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതേസമയം വിവാദ ചോദ്യത്തെക്കുറിച്ച് അന്വേഷണത്തിന് ഉത്തരവിട്ടതായി ഉത്തർപ്രദേശ് പോലീസ് റിക്രൂട്ട്മെന്റ് ആൻഡ് പ്രൊമോഷൻ ബോർഡ് അറിയിച്ചു. പരീക്ഷാ ചോദ്യപേപ്പറുകളുടെ രഹസ്യ സ്വഭാവം ഉറപ്പാക്കാൻ വളരെ കർശനമായ സുരക്ഷാ പ്രോട്ടോക്കോളാണ് പിന്തുടരുന്നതെന്ന് ബോർഡ് വിശദീകരിച്ചു. ബോർഡ് തലത്തിലുള്ള ഉദ്യോഗസ്ഥർക്ക് പോലും ചോദ്യപേപ്പർ മെറ്റീരിയലുകളിലേക്ക് പ്രവേശനം അനുവദിക്കുന്നില്ലെന്നും പരീക്ഷാ ഹാളിൽ വെച്ച് ഇൻവിജിലേറ്റർമാരുടെയും പരീക്ഷാർത്ഥികളുടെയും സാന്നിധ്യത്തിലാണ് സീൽ ചെയ്ത പാക്കറ്റുകൾ തുറക്കുന്നതെന്നും അധികൃതർ വ്യക്തമാക്കി. പരീക്ഷയുടെ സുതാര്യതയും അന്തസ്സും ഉറപ്പുവരുത്തുന്നതിന് ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും ബോർഡ് അറിയിച്ചിട്ടുണ്ട്.